എനിക്കറിയില്ല. ഇതൊക്കെ അറിഞ്ഞു വയ്ക്കണ്ടടാ. നിന്നെയൊക്കെ കടയിൽ പിടിച്ച് നിർത്തി എന്നെ വേണം തല്ലാൻ. നിങ്ങൾ സാധനം ഇറക്കി വെക്കുക. കണക്കൊക്കെ ഞാൻ വന്നിട്ട് നോക്കാം. ഇവന്മാർ തിരുമറി നടത്താൻ നോക്കിയോ. അപ്പഴേ ഹലോ, അതെ ഒരു മിനിറ്റ്. പിന്നെ കുട്ടി ഈ കോളനി തന്നെയല്ലേ താമസം? കുട്ടിയുടെ പേര്? അതല്ല, കുട്ടിയുടെ ഫാദർ എന്റെ കടയിൽ നിന്ന് സ്ഥിരമായിട്ട് സാധനം വാങ്ങിക്കുന്ന ആളാണ്. ആളല്ല പിന്നെ, പക്ഷെ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറയണം. എന്റെ കടയിലെ സാധനങ്ങൾ വളരെ ചീപ്പായിട്ട് കിട്ടും. അക്കൗണ്ടിൽ കൊടുക്കാറുണ്ട്. ഇപ്പൊ തന്നെ വന്നാൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ട് പോകാം. അത് വാപ്പയോട് പറയണം. വാപ്പയോ? പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ. ഞാൻ ഈ കടയുടെ ഓണറാണ്. മജീദ് ഖാന്റെ മോളല്ലേ? അല്ല, ഞാൻ അക്ബറിന്റെ മോളാ. അക്ബർ, പക്ഷെ ഞാൻ മജീദ് ഖാനാണ് വിളിക്കുന്നത്. അതെന്തിനാ? അല്ല, ഞാൻ ഈ ആളുകളുടെ പേര് തെറ്റിച്ച് വിളിച്ചിട്ട് പിന്നെ സോറി പറയും. ഇതിന്റെ പേരെന്താ പറഞ്ഞത്? പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. അതെന്താ പറയാത്തെ? പേര് ഞാൻ വാപ്പയോട് പറഞ്ഞയക്കാം. വാപ്പയോടോ? ഇത്ര നിസ്സാര കാര്യങ്ങൾ വാപ്പയോടൊന്നും പറയണ്ട. പിന്നെ എന്റെ പേര് ഷംസുദ്ദീൻ എന്ന് പറഞ്ഞ ചുമ്മാണ്. ഞാൻ ഈ കടയുടെ ഓണറൊന്നുമല്ല. ബാർ സോപ്പ് 2. വേറെ എന്ത് വേണം? മല്ലിപ്പൊടി ഒരു പാക്കറ്റ്. മല്ലിപ്പൊടി ഒരു പാക്കറ്റ്. വേറെ? ഇത്രയും മതി. മതിയോ? പിന്നെ പാർക്കുട്ടി, നീ പോയി ഒരു സിഗരറ്റ് വാങ്ങിച്ചോണ്ടാ. വലിക്കണോ വേണ്ട ഞാൻ തീരുമാനിച്ചോളാം. പോയിട്ട് വാ. കൊച്ചമ്മൻ സാറും ആഫീസിൽ പോയ പാർക്കുട്ടി? ടിവിയിൽ ക്രിക്കറ്റ് മാച്ച് ഉള്ളതുകൊണ്ട് സാറ് പോയില്ല. ക്രിക്കറ്റ് കളി കാണാൻ തന്നെ സാർ ലീവ് എടുത്ത് വീട്ടിൽ കുത്തിരിക്കണത്. ദേ വേണ്ടാത്തൊന്നും പറയരുതേ. ഒരു തമാശ പറഞ്ഞല്ലേ പാർക്കുട്ടി? അപ്പോഴേക്കും പിണങ്ങിയോ? സഞ്ചി എടുത്തേ. സോപ്പ്. ഇത് ഇതെന്താ? പാർക്കുട്ടിക്ക് തേച്ച് കുളിക്കാൻ നല്ല പതയുണ്ടാവും. അക്കൗണ്ടിൽ ചേർത്തിട്ടില്ല. നേരെ ഒരുപാടായി, ഞാൻ പോണു. അപ്പോഴേ സ്നോയോ പൗഡറോ വല്ലതും വേണമെങ്കിൽ പാർക്കുട്ടി ചോദിക്കാൻ മടിക്കണ്ട. ഈ ഷംസ് വീട്ടിൽ കൊണ്ട് തരാം. മതിയല്ലോ. അയ്യോ, ഇതൊക്കെ ഡിസ്പ്ലേക്ക് വെച്ചിരിക്കുന്ന മുട്ടായി ആലോകത്തിൽ കേടല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ എല്ലാവർക്കും ഓരോ മുട്ടായി തരാം. അത് രേവതി അങ്ങോട്ടെങ്ങാനും കൊണ്ടുപോയി ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ മതി. ഓക്കെ? ചേട്ടാ സിഗരറ്റ് കൊണ്ടുപോടാ. എല്ലാവർക്കും ചോക്ലേറ്റ് മാത്രമേ ഉള്ളേ. ഇതൊന്നും ചോദിക്കല്ലേ കേട്ടോ. ചേച്ചി എനിക്ക് മാത്രമേ ഈ പേസ്റ്റിന്റെ ഒരെണ്ണം തരൂല. ഇനി ചേച്ചിയുടെ കളിക്കാൻ ഞാൻ കൂടില്ല. ചീത്ത ചേച്ചി. നീ കൂടണ്ട. പൊടി. ഒന്നുമല്ല രേവ ചേച്ചി നല്ല ചേച്ചി, എനിക്കറിയാലോ. നാണു, നിനക്ക് വേണോ? വേണം. നാളെ തരാവേ. കുട്ടനും അമ്മൂനും നാളെ തരാട്ടാ. ചേച്ചിക്ക് സിന്ദാബാദ് വിളിക്കാൻ ഞങ്ങളോട് കൂടട്ടെ? മോനെ, ചേച്ചിക്ക് സിന്ദാബാദ് വിളിച്ച എന്തോ തരും എന്ന് ചോദിക്കും. ഒരു സെക്കൻഡ് ഒന്ന് ചോദിച്ചോട്ടെ ചേച്ചി. പിന്നെ എനിക്ക് അഡ്വാൻസ് ആയിട്ട് എന്തെങ്കിലും കിട്ടിയാലേ ഞാനുള്ളൂ. അയ്യോ, എന്താ ഇവിടെ? എന്താടാ കാര്യം? അയ്യോ, ഞങ്ങളിവിടെ വെറുതെ നിൽക്കായിരുന്നു. പിന്നെ ഈ കോളനിയില് ദേ ഈ അപ്പു മാത്രമല്ല, ഇനി മോളോട്ടുള്ളവരൊക്കെ ഞാൻ ഉൾപ്പെടെ ഒരല്പം പെശക. അതുകൊണ്ട് സാറന്മാര് വേഗം സ്ഥലം വിടാൻ നോക്ക്. ചെല്. ചുമ്മാ ചൂടാ സാറേ, ഞങ്ങളോട് വെറുതെ നിൽക്കായിരുന്നു. അപ്പൊ ഈ പെണ്ണും പട്ടാളോ കൂടെ ഒന്ന് ചുമ്മാ അടിക്കാ പിടിക്കാ അല്ലേ? അല്ലേ? അതെ, കറക്റ്റ്. വാ കേറ്. ഇതെന്തിനാ സൂക്കേട്?
ഇതൊരുമാതിരി വേലി കിടക്കുന്ന പാമ്പിനെ എടുത്ത് തോളത്ത് വെച്ച പോലെ ആയിപ്പോയത്. ഓ ആ പീസും പോയോ എല്ലാം. അല്ലേ ചേച്ചി, ഡോക്ടർ എവിടെ പോയി? ഡൊമിനിക്ക് ജർമ്മനിയിലല്ലേ? അതല്ല ഞാൻ ചോദിച്ചത്, വർക്കി സാറിന്റെ കാര്യമാ. ആ, എനിക്ക് എപ്പോഴും ഡൊമിനിക്കിന്റെ കാര്യം എന്റെ മനസ്സിൽ. റോസ് കുട്ടിയും ജർമ്മനിന്ന് വിളിയോട് വിളിയാ. അപ്പച്ചൻ അമ്മച്ചൻ ഞങ്ങളുടെ കൂടെ വന്ന് താമസിക്കുന്നു. അതല്ല, ആ, അങ്ങേര് പറയുന്നത് എന്താണെന്നറിയോ? വയസ്സുകാലത്ത് ഇവിടെ എങ്ങാനും കിടന്ന് മരിച്ചാ മതി. എന്റെ ചേച്ചി ആ കുന്ത്രാണ്ട് എടുത്ത് കാതിൽ വെച്ചേ. ഇതൊന്ന് എടുത്ത് കാതിലോട്ട് വെക്കാൻ. ആ, ഇതങ്ങോട്ട് നേരത്തെ വെച്ചൂടായിരുന്നോ ചേച്ചി? അത് ഞാൻ പേടിച്ചാലും ഞാൻ തടിച്ചു വെച്ചിരിക്കുന്നത്. ചേച്ചിക്ക് ഇത്ര പേടിയാണെങ്കിൽ ഞങ്ങളുടെയൊക്കെ അവസ്ഥ എന്തായിരിക്കും? അല്ല, ഇതാരെ ലീലാമ്മയോ? ചേട്ടൻ വന്നു, ഞാൻ ചായ എടുത്തു കൊടുക്കട്ടെ. ഇവളൊന്ന് മിനിങ്ങിട്ടുണ്ടല്ലോ. അസലായിട്ട് തടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഇവളിങ്ങോട്ടൊക്കെ വരാറുണ്ടോ? നിങ്ങളില്ലാത്തപ്പോ അവള് ഇവിടെ വരാറുണ്ട്. ഇപ്പൊ അവൻ അവളെ പെടയ്ക്കാറില്ല. ഇല്ലാന്നോ തോന്നണേ. ഞാൻ ഇങ്ങോട്ട് വരണ വഴിക്ക് നമ്മുടെ ജോർജിന്റെ വീട്ടിലൊന്ന് കയറി. അപ്പൊ ഈ കേന്ദ്ര സർക്കാർ എണ്ണക്കുരുവായിട്ട് നാളികേരത്തെ പ്രഖ്യാപിച്ചതിൽ അവൻ ഭയങ്കര സന്തോഷത്തിലിരിക്കുക. കാരണം എന്താന്ന് വെച്ചാൽ അവന് ഇത്രയും നാളികേരം ഉണ്ടല്ലോ, അതെ, അതെ. ഒറ്റപ്പിടി കാശും കിട്ടൂല. ഇന്ന് മത്സ്യമല്ലം കിട്ടിയാതെ ഇന്നലത്തെ മാതിരി തന്നെ. ദേവു, ടിവിയുടെ മുമ്പിൽ ഇങ്ങനെ ഇരുന്ന കണ്ണ് ചീത്തയാവെന്ന് പറഞ്ഞിട്ടില്ലേ? ഇവിടെ വന്നിരിക്കെ, ഞാനിപ്പോ ഓഫ് ചെയ്യും. ഇവിടെ അങ്ങനെ മിടുക്കി. ചോറെടുത്ത് മേശപ്പുറത്ത് വെച്ചിട്ടുണ്ട്. ഞങ്ങൾ കഴിച്ചോളാം, ദേവകിയമ്മ പൊയ്ക്കോളൂ. ശരി, കാലത്ത് വരാം. ആയിക്കോട്ടെ. അല്ല, രേവതിക്കുട്ടി കൂണ് കഴിക്കണ്ടേ? ഇപ്പൊ എന്നെ കണ്ടിട്ട് ചോറിനാവേ. അല്ല, ഇനി ചോറുണ്ടിട്ട് കാണാം. ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് അത് വേണ്ട. ചോറിനാ. ഇപ്പൊ വേണ്ടത് കണ്ടിട്ട് ചോറിനാവും. ചോറുണ്ടിട്ട് കണ്ടാ മതി. നോയിപ്പോ ഡി, ആഹാ, ചോറുണ്ടിട്ട് കാണാന്ന് പറഞ്ഞില്ലേ? കണ്ടിട്ട് ചോറിനാന്ന് ഞാൻ പറഞ്ഞില്ലേ? വേറെ നല്ല കാസറ്റ് കാണാം, ടോം ആൻഡ് ജെറി. വേണ്ട, കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ചോറുണ്ടിട്ട് കണ്ടാ മതി. ഇത് കണ്ടിട്ട് ചോറിനോളാം. ഇത് കണ്ടിട്ട് ഞാൻ ചോറിനോളാം. കണ്ടിട്ട് ഞാൻ ചോറിനോളാം. ടോം ആൻഡ് ജെറിയിലെ എലിയില്ലേ, ജെറി, അവനിങ്ങനെ പതുങ്ങി 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 വന്ന് കേക്കിരിക്കുന്ന റൂമിൽ വന്ന് കേക്ക് എടുക്കാനായിട്ട് പോയപ്പം പൂച്ച. ജെറി ഇങ്ങനെ ഡൈനിങ് ഹാളിൽ പ്രവേശിച്ചിരിക്കുകയാണ്. അവനിങ്ങനെ അവിയല് നോക്കുന്നുണ്ട്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചുകൊണ്ടിങ്ങനെ എന്താ ഇത്? അല്ല, അയ്യോ, രേവതിക്കുട്ടി അല്ല പൊട്ടിച്ചത്, ടോം, പൂച്ച. ജെറി വീണ്ടും ഡൈനിങ് ടേബിളിൽ ചുറ്റുന്ന പോവുകയാണ്. എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് ജെറി ഇരുന്നു. ടോമിന്റെ സീറ്റ് ഇവിടെ ഇരി. ജെറി പ്ലേറ്റ് എടുത്ത് തിരിച്ചു വെച്ചു. ജെറി ചോറിന്റെ അടപ്പ് മാറ്റി കഴിഞ്ഞു. ഒരു കരണ്ടി ചോറെടുത്തിട്ട് കഴിഞ്ഞു. ജെറി സാമ്പാർ ഒഴിക്കാൻ പോകുന്നു. ഒഴിച്ചു. ഒഴിച്ചു. ഇങ്ങനെ കുഴച്ച് ജെറി കുഴച്ച്. അയ്യേ, ടോമും ജെറിയും കൈ കഴിവില്ലേ?
ടോമും ചെറിയും കൈ കഴിവില്ല. കൈ കഴുവൂലേ? ഇല്ല. ഇല്ലേ? ഉം. ഇല്ലല്ലേ? ആ ആ ദാ ജെറി വീണ്ടും ഒരു ഉരുള ഉരുട്ടുന്നു. ആ ടോം 2. ആ ആ വൗ. ആ ദാ ആ ഇറങ്ങി. ഒരു റൗണ്ട് പോയിട്ട് വരാവേ. മതി മതി, ഇപ്പൊ തന്നെ 2 റൗണ്ടായി. അയ്യോ ഒരു റൗണ്ട് പോയിട്ട് വരാവേ. പറ്റത്തില്ല. അയ്യോ നീ ഇറങ്ങി, അയ്യോ, ഇറങ്ങി. ഒരു റൗണ്ട് പോയിട്ട് വരാവേ. വേണ്ട, വേണ്ട, ഇറങ്ങൂല, ഇറങ്ങി. ഇറങ്ങൂല. അതുപോലെ വളർന്നിട്ട് പെണ്ണ് തമാശകളി കൂടുക. വള്ളിച്ചോറിൽ പിനച്ച് 2 അടി തരിക വേണ്ടത്. ഇനി ഇറങ്ങി, ഇറങ്ങൂല. ഇറങ്ങി, ഇറങ്ങി. ദുഷ്ടൻ, ജന്തു. കേറിപ്പോ. ഇത് ആളാവല്ലേ? പൊടി. ഇല്ല, ഇല്ല, ഇല്ല. ആ. വൈ. മിക്കി മോശം. മാറിക്ക് ദേവിമേ. ചെല്ല് ചെല്ല്. ആ. പാവേ. ദേവകിയമ്മ രേവതിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ ശ്രദ്ധിക്കണം. ഞാൻ എന്ത് ചെയ്യാനാ കുഞ്ഞെ? ഞാൻ എന്ത് പറഞ്ഞാലും ഒരനുസരണയില്ല. ഒരു മിനിറ്റ് വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കില്ല. ഞാൻ എന്ത് പറഞ്ഞാലും രാജൻകുഞ്ഞ് പറയും അവളെ അവളുടെ ഇഷ്ടത്തിന് വിട്ടേക്കാൻ. ഗുഡ് മോർണിംഗ്. ദേ ഇത് കണ്ടോ, പേപ്പറിൽ നിന്ന് കബീഷിന്റെ പടം വെട്ടിയെടുക്കണമെന്ന് പറഞ്ഞ് ചെയ്ത പണിയാ. കബീഷേ, മിണ്ടല്ലേ മിണ്ടല്ലേ. പേടിച്ച്. ഓ പേടിച്ചു പോയി. ദാ പുതിയ കുറെ കാസറ്റുകളാ. ഡൊണാൾഡ് ഡക്ക്, മിക്കി മൗസ്, ടോം ആൻഡ് ജെറി. ഓക്കെ. ഗുഡ് ബോയ്. ഇന്ന് റോഡിൽ കിടന്ന ആമ്പിള്ളാരുമായിട്ട് അടിപിടി കൂടുകയായിരുന്നു. ഞാനാ പിടിച്ചിവിടെ കൊണ്ടാക്കിയത്. ചില സമയത്ത് അവൾ അങ്ങനെ. ഓ, അതൊക്കെ നേരെയാവും. ബാലൻ ചായ കുടിച്ചിട്ട് പോവാം. വേണ്ട, ഞാൻ വീട്ടിലൊന്ന് കയറിയിട്ട് വരാം. ഞാൻ നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളതാ, ആ രേവതിയും കൊണ്ട് ബൈക്കില് ഇങ്ങനെ ചുറ്റിക്കറങ്ങി നടക്കരുതെന്ന്. ആ, അവൾ ഇപ്പോഴും ഒരു കൊച്ചു കുട്ടിയെ പോലല്ലേ അമ്മേ? പ്രായമായ ഒരു പെങ്കൊച്ച. വെറുതെ ആൾക്കാർക്ക് അതും ഇതും പറയാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കരുത്. ആൾക്കാർക്കൊക്കെ ആ പാവം പെണ്ണ് നന്നായിട്ട് അറിയാം. ആരും ഒന്നും പറയില്ല. അമ്മ പോയി കാപ്പി എടുത്തേ. ബോംബെന്ന് സുഭദ്രയുടെ കത്തുണ്ടായിരുന്നു. എന്താ വിശേഷം? പവിത്രന് ലീവ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് അവളുടെ പ്രസവത്തിന് ഞാൻ അങ്ങോട്ട് ചെല്ലണമെന്ന്. കല്യാണം കഴിഞ്ഞ് പോയിട്ട് ഇങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അത് അവളുടെ കുറ്റമല്ലല്ലോ, പവിത്രന് ഒഴിവില്ലാഞ്ഞിട്ടല്ലേ. ആ, വേണമെങ്കിൽ ചക്ക വേരിലും കായ്ക്കും. സുമിത്ര ചേച്ചി 2 ദിവസം അടുപ്പിച്ച് ലീവ് കിട്ടിയ കുട്ടികളെ കൊണ്ട് അപ്പോൾ ഇവിടെ എത്താറില്ലേ? അവൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് ഇവിടെ വരാൻ അധികം ദിവസം വേണ്ട. അതുപോലെ അല്ലല്ലോ സുഭദ്ര. അതെ അതെ, എന്ത് പറഞ്ഞാലും ഇളയ മോളെ സപ്പോർട്ട് ചെയ്യാൻ അമ്മ എന്തെങ്കിലും ഒരു കാരണം കണ്ടുപിടിക്കും. അതെ, നിനക്കെന്താ അവളോട് ഇത്ര കണ്ണുകടി? അയ്യോ, ഒരു കണ്ണുകടി ഇല്ലേ. അബദ്ധത്തിനൊരു സത്യം പറഞ്ഞു പോയതാണേ.